നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ തെളിവുകൾ കണ്ടെത്തി പോലീസ്. വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച കോമ്പസുകളും ഡമ്പലുകളും കണ്ടെടുത്തു. ഹോസ്റ്റൽ മുറിയിൽ നിന്നും കത്തിയും കരിങ്കല്ലുകളും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കോളേജ് പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് പ്രിൻസിപ്പലും സസ്പെൻഡ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കോട്ടയം ഗാന്ധി നഗർ നഴ്സിംഗ് കോളേജിലെ അതിക്രൂരമായി, അതായത് ഹോസ്റ്റലിൽ നടന്നിട്ടുള്ള അതിക്രൂരമായ റാഗിംഗ് ആണ്. ആ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത്. അത് ഫുള്ളായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, അത്രത്തോളം മനസ്സ് തളർന്നു പോയി. ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള വേദനകൾ, ആ കുട്ടികൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസം എത്ര വലുതാണത് നമുക്ക് അത് വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ നമ്മുടെയൊക്കെ മക്കളെ ദൂരസ്ഥലങ്ങളിലേക്ക് നിർത്തി ഡോക്ടറും നഴ്സും ഒക്കെ പല ബിരുദങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങും മനസ്സമാധാനത്തോടെ വിടാൻ കഴിയുന്നില്ല. നമുക്ക് ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കൊല്ലും കൊലയും. അതായത് ഒരു ദിവസം തന്നെ എത്ര എണ്ണമാണ് നമ്മൾ കേൾക്കുന്നത്. മകൻ അച്ഛനെ കൊല്ലുന്നു, അതുപോലെ സ്വന്തം മാതാപിതാക്കൾ മക്കളെ പീഡിപ്പിക്കുന്നു, എന്തൊക്കെയാണ്. 2 വയസ്സുള്ള കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്നു. ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നിയമം തന്നെ ഇല്ലാതായോ എന്ന് തോന്നുകയാണ്. കാരണം നിയമപാലകർ പോലും അന്യായമായിട്ടാണ് ഈ ഒരു കാര്യങ്ങളിൽ, അതായത് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഒന്നും നമ്മുടെ മുന്നിൽ ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ ഇത്തരത്തിലുള്ള ദുർമരണങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരവസ്ഥയിൽ നിന്നും നമുക്ക് കാത്തുരക്ഷിക്കാം, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക്. തീർച്ചയായിട്ടും പ്രത്യേകിച്ചും സത്യവിശ്വാസികൾ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്, മുഅ്മിനീനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് ഭൗതികമായ വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അവർക്ക് മതവിദ്യാഭ്യാസം, അഥവാ മതവിദ്യാഭ്യാസം എന്നുദ്ദേശിക്കുന്നത് അതായത് അന്ധവിശ്വാസമല്ല. അതായത് ഓരോ മതത്തിലും അതാത് നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ അതാത് ചിട്ടകളുണ്ട്. അതനുസരിച്ച് ജീവിച്ചു പോകുക എന്നതിലപ്പുറത്തേക്ക് അന്ധവിശ്വാസത്തിൻ്റെ മറയിൽ നിന്നുകൊണ്ട് വിശ്വാസത്തെ മറയായിക്കൊണ്ട് അന്ധവിശ്വാസത്തെ മനസ്സിൽ കൊണ്ടു നടന്ന് ക്രൂരമായി കൊലപാതകങ്ങളും അതായത് മറ്റ് രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള നീചവൃത്തികളും അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണൊരു പരിഹാരം എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ധാർമ്മികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാകുന്നുള്ളൂ. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ അവനവൻ്റെ മതത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ അവരുടെ മതഗ്രന്ഥങ്ങളെയും മറ്റ് കാര്യങ്ങളും അതിനെ അനുഗമിച്ചുകൊണ്ട്, അതായത് അന്ധവിശ്വാസത്തിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് അവനവൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നല്ല ഒരു ജീവിതം ചിട്ടപ്പെടുത്തുക വഴി മാത്രമേ അതിന് സാധ്യമാവൂ. കാരണം ദൈവഭയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പരമാവധി എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കുകയുള്ളൂ. അല്ലാതെ മറ്റൊരു ഭൗതികപരമായൊരു കൗൺസിലിങ്ങിനോ മറ്റൊന്നിനും എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നല്ലൊരു ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമ്മളും നമ്മുടെ മക്കളും പരിശ്രമിക്കുക. അതിന് വേണ്ടുന്ന ജീവിത ചുറ്റുപാട് അന്തരീക്ഷം നമ്മുടെ കുടുംബാംഗങ്ങളിൽ നമുക്ക് പകർന്നു കൊടുക്കുക, ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പരിഹാരം. എത്ര കൊലപാതകികളെയാണ് ജയിലിലിട്ട് തീറ്റ കൊടുത്ത് വളർത്തുന്നത്. അവർക്ക് അവിടെ ഒരു പ്രയാസവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൊലകൾ വീണ്ടും ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങളും മറ്റ് അതിക്രമങ്ങളും അധികരിച്ചു കൊണ്ടിരിക്കുന്നതിന് കാരണം നിയമത്തിൻ്റെതായ ഒരു സീരിയസ് ഗൗരവം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നീതി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അത്തരത്തിലൊരു അന്തരീക്ഷത്തിൽ വളർത്തുക, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളൊക്കെ മാറുക, അല്ലെങ്കിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇനി നമുക്ക് പരിശുദ്ധമായ റമദാൻ മാസമാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സമാധാനത്തോടെ നോമ്പ് നോൽക്കാനും ഇബാദത്ത് ചെയ്യാനൊക്കെ ഉള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മയും നമ്മുടെ കുട്ടികളെയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബാദികളെയും സന്താനങ്ങളെയും ഒക്കെ എല്ലാവിധമായ ഫിത്നയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.